ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്ത്യ ട്രാവൽ വ്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളിവിടെ ഒരു പുതിയ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എറണാകുളത്ത് വൈപ്പിൻ ദ്വീപിൽ, എറണാകുളം ജില്ലയിൽ വൈപ്പിൻ ദ്വീപിൽ അവിടെ ഒരു ചെറായി ബീച്ചുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു അറിയപ്പെട്ട ഏറ്റവും നീളം കൂടിയ നല്ലൊരു ബീച്ചാണ് ചെറായി ബീച്ച്. നല്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ചെറായി ബീച്ച്. ഈ ബീച്ചിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ ബീച്ച് മനോഹരമായ ബീച്ചുകളുണ്ട്. അതേപോലെ തന്നെ ബീച്ചിൽ നല്ല നല്ല കാഴ്ചകളുണ്ട്. അതേപോലെ റിസോർട്ട്സ്, ഹോട്ടല്, ബിയർ വൈൻ പാർലറുകൾ എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. എറണാകുളത്ത് നല്ല തിരക്കുള്ള നല്ലൊരു സ്ഥലമാണ് ചെറായി ബീച്ച്. ഇത് വൈപ്പിലിൽ, ഹൈക്കോർട്ടിൽ നിന്ന് വൈപ്പിലിൽ ചെന്ന് വാട്ടർ മെട്രോ സർവീസിൽ ഹൈക്കോർട്ടിൽ നിന്ന് വൈപ്പിലിൽ ചെന്നതിന് ശേഷം അവിടെ നിന്ന് ബസ് കയറിയാലും 1 മണിക്കൂർ ദൂരത്തേക്ക് ഈ ചെറായി ബീച്ച് ദൂരമുണ്ട്. അതേപോലെ തന്നെ എറണാകുളം ഹൈക്കോർട്ടിൽ നിന്ന് പറവൂർ ബസ്സിൽ കയറിയാലും ഈ ചെറായി ബീച്ചിൽ ഇറങ്ങാൻ സാധിക്കും. ബസ്സിൽ യാത്ര ചെയ്യുന്നതായിരിക്കും ലാഭം. ടാക്സിയിലെല്ലാം ധാരാളം പൈസ എല്ലാം ആകും. ഓട്ടോ എല്ലാം ദൂരമുണ്ട്. അതുകൊണ്ട് 1 മണിക്കൂർ എറണാകുളത്ത് നിന്ന് ദൂരമുണ്ട്. ഈ ബീച്ചിലേക്ക് കടന്നു വന്നാൽ അവിടെ മീൻ പിടിക്കുന്നത് കാണാം. അതേപോലെ തന്നെ നല്ല നല്ല കാഴ്ചകളെല്ലാം ഇവിടെ കാണാവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് 2 തവണ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ മനോഹരമായ എല്ലാ പുതിയ പുതിയ വീഡിയോകളും നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചെറായി ബീച്ചിൽ എന്ന് പറയുമ്പോൾ ഇവിടെയെല്ലാം നല്ല കടൽ തീരമുണ്ട്. ചിലപ്പോൾ നല്ല കടൽ റഷാവുന്ന സമയത്ത് കടൽ നേരെ നല്ല വലിയ തിരമാലകളൊക്കെ ആയിട്ട് വന്ന് ഈ സൈഡിലെല്ലാം പതിച്ചാണ്. നല്ല മഴക്കാലത്തും കടൽ കോള് ഒക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ആണ് കുറച്ച് അപകടമുള്ളത്. അല്ലാത്ത സമയത്തെല്ലാം മാക്സിമം നല്ല സമയത്ത് എല്ലാ സമയത്തും തന്നെ ഇവിടെ കടലിൽ ഇറങ്ങുവാനും കുളിക്കുവാനുമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ലൈഫ് ബോഡി ഗാർഡ് സേഫ്റ്റിക്കായിട്ട് തൊട്ടടുത്ത ബിൽഡിങ്ങിൽ തന്നെ നിങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അവർ ഓടി വന്ന് നിങ്ങളെ രക്ഷിക്കുന്നതായിരിക്കും. അതിനും അവർക്ക് ബിൽഡിങ്ങും സൗകര്യങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. 24 മണിക്കൂറും ലൈഫ് ബോഡി ഗാർഡിന്റെ സേവനവും ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇതെല്ലാം തിരുവനന്തപുരം കോവളം ബീച്ച് പോലെ തന്നെ നല്ല മനോഹരമായ ടൂറിസ്റ്റുകളെല്ലാം വരുന്ന മനോഹരമായ നല്ലൊരു സ്ഥലമാണ്. ഇതെല്ലാം ഹോം സ്റ്റേകളൊക്കെയാണ്. ഇവിടെ എല്ലാം ധാരാളം ടൂറിസ്റ്റുകളെല്ലാം വന്ന് താമസിക്കുകയും അവരെല്ലാം വിശ്രമിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നതെല്ലാം. നമ്മുടെ ദേശത്തു നിന്നും മറ്റു പല സ്റ്റേറ്റിൽ നിന്നും ഹിന്ദിക്കാരും അതുപോലെ തന്നെ ഫോറിൻ കൺട്രീസിൽ നിന്നെല്ലാം ഉള്ള ഫോറിനേഴ്സും എല്ലാം ധാരാളം ഇവിടെ വന്നു പോകുന്ന നല്ല സ്ഥലമാണ്. ഇതെല്ലാം ഹോട്ടൽ ആൻഡ് റിസോർട്ട്സ് എല്ലാമാണ്. സ്റ്റേ ഉണ്ട്, താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. വളരെ ചിലവ് കുറവാണ് ഇവിടെയുള്ള താമസത്തിനെല്ലാം. ഭക്ഷണവും താമസ സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഭക്ഷണ സാധനങ്ങളും വേസ്റ്റുകളും ഒന്നും പ്ലാസ്റ്റിക്കുകളും ഒന്നും ബീച്ചിലൊന്നും ഇടാതെ എല്ലാവരും വളരെ സൂക്ഷിക്കുക. നല്ല മനോഹരമായ നല്ല വൃത്തിയുള്ള നല്ലൊരു ബീച്ചാണ്. നല്ല ക്ലീനിങ് എല്ലാം നടക്കുന്ന നല്ലൊരു ബീച്ചാണ്. ഇവിടെ ആളൊഴിഞ്ഞ ഒരു പ്രദേശമാണ് ഈ പ്രദേശം. എന്നാലും നല്ല തിരക്കേറിയ പട്ടണം ഇതിനടുത്ത് തന്നെ എല്ലാം ഉണ്ട്. കാരണം അതുകൊണ്ട് മറ്റു പല ശല്യങ്ങളോ മറ്റു പല പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇവിടെയില്ല. അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായി ഇങ്ങോട്ട് വരാവുന്നതാണ്.
ഇതെല്ലാം ബോംബെ മഹാരാഷ്ട്ര പിള്ളേർ ഒരുക്കുന്ന കരവിരുതാണ്. അവരെല്ലാം വന്നിട്ട് ഇവിടെ എന്തൊക്കെ ഇതൊരു ശിവന്റെ പോലെ എന്തോ ഒരു വിഗ്രഹമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മഹാരാഷ്ട്രയിലെ കുട്ടികളാണ്. അവർ വന്നിട്ട് ഇവിടെ നല്ല അവിടെ നിന്ന് സ്റ്റേ ആണ് അവരിവിടെ വന്ന് നല്ല മനോഹരമായ കൗതുക പണിയിലെല്ലാം ഏർപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് വിശ്രമിക്കുവാനും ഇവിടെ നല്ല ഒരു നിറമ്പൊക്കാണ്. നമുക്ക് ടൈം പാസിന് വേണ്ടി ധാരാളം കൊച്ചു കൊച്ചു കടകളും സ്ഥാപനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. നെല്ലിക്ക ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടത്, ജ്യൂസ്, അതേപോലെ പൊരിച്ച ഐസ്ക്രീം എന്നെല്ലാം പറഞ്ഞ് അനേക വിധത്തിൽ ഉള്ള നല്ല നല്ല ടൈം പാസിനുള്ള സാധനങ്ങളുമെല്ലാം ഇവിടെ നിന്ന് നല്ല വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ തൊട്ട് അരികിൽ തന്നെ വലിയ റോഡാണ്, ഹൈവേ റോഡാണ് പോകുന്നത്. അതുകൊണ്ട് വാഹന സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഊബർ, ഓലെ, ടാക്സി സർവീസ് എല്ലാം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് യാത്രാ സൗകര്യങ്ങൾക്കെല്ലാം യാതൊരു വിധത്തിലും പേടിക്കാനൊന്നുമില്ല. അല്ലാതെ ലോക്കൽ ഓട്ടോറിക്ഷകളും കാറുകളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഊബർ അതുപോലെ തന്നെ ഓലെ സർവീസ് എല്ലാം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ലോങ് ട്രിപ്പിനെല്ലാം അതൊക്കെ ഉത്തമമായിരിക്കും. അതുപോലെ കുറച്ച് ഇവിടെ നിന്ന് ലോക്കൽ ഓട്ടോയിൽ കയറിയാൽ തൊട്ടടുത്ത് ഒരു 10-15 മിനിറ്റ് ദൂരം അങ്ങ് പോകുമ്പോൾ അവിടെ നമുക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ ചെന്നതിന് ശേഷം ബസ് കയറി നമുക്ക് എറണാകുളത്തിൻ്റെ പല ഭാഗത്തേക്കും പോകാൻ സാധിക്കും. ഇതെല്ലാം ഇവിടെ അവർ കടലിൽ വല വീശിയിട്ട് മീൻ പിടിക്കുക. നങ്ക് എന്ന് പറയുന്നൊരു മീനാണ് ഈ വലയിലെല്ലാം കിട്ടിയിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയുള്ള ഹോട്ടലുകാരെല്ലാം അത് വന്ന് മൊത്തമായിട്ടെല്ലാം വാങ്ങിക്കൊണ്ടുപോകും. ഇതെല്ലാം സ്റ്റേ ക്വാർട്ടേഴ്സുകളാണ്. അവിടെ നിന്നെല്ലാം ടൂറിസ്റ്റുകളെല്ലാം ഇറങ്ങി കാഴ്ച കാണാൻ വേണ്ടി നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ബ്ലൂ വാട്ടേഴ്സ് എന്ന് പറയുന്ന ഹോട്ടൽ ആൻഡ് റിസോർട്ട്സ് ആണ് ഇവിടെ. ഭക്ഷണ താമസ സൗകര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ കടലിൽ നിന്ന് നമ്മൾ കയറുമ്പോൾ തന്നെ റോഡാണ്. റോഡിൻ്റെ ഒരു ഭാഗം മുഴുവനും ഇങ്ങനെയുള്ള ഹോം സ്റ്റേ മുഴുവനും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ തങ്ങാനും ഉള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാവരും ഈ ബീച്ചിലേക്ക് കടന്നു വന്ന് ഈ ബീച്ചിൻ്റെ മനോഹാരിതയും ആസ്വദിക്കാൻ എറണാകുളം ജില്ലയിൽ തന്നെയാണ്. എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസിൽ ഒരു മുഖ്യ സ്ഥലം തന്നെയാണ് ഈ ചെറായി ബീച്ച്. ഇതെല്ലാം തൊട്ടടുത്ത് കാണുന്ന ഹോട്ടൽ ആൻഡ് റിസോർട്ട്സുകളൊക്കെയാണ് ഈ കാണപ്പെടുന്നതെല്ലാം. ഇനി അങ്ങോട്ട് ധാരാളമുണ്ട്. വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടെ കടലിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതുമെല്ലാം ധാരാളം പേരുണ്ട്. അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴെല്ലാം ധാരാളം ഐസ്ക്രീം പാർലറുകളും കടകളുമൊക്കെയാണ് ഈ കാണപ്പെടുന്നത്. റോട്ടിൽ നിന്നും താഴേക്ക് ഇറങ്ങി നോക്കിയാലേ കടൽ കാണത്തുള്ളൂ, അല്ലെങ്കിൽ കരിങ്കൽ കെട്ട് മാത്രമായിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ. ഇവിടെയെല്ലാം കടലിൽ ബീച്ചിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവിടെയുള്ള പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സ്വന്തമായിട്ട് വാഹനങ്ങളിൽ വരുന്നവർക്കെല്ലാം ബീച്ചിൽ തന്നെ പാർക്കിങ്ങും ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പാർക്കിംഗ് എല്ലാം ഫ്രീ ആണ്. കാറുകളെല്ലാം നമ്മുടെ വാഹനങ്ങളെല്ലാം ഇവിടെ സേഫ്റ്റി ആയിരിക്കും. ഇതെല്ലാം ഇവിടുത്തെ ഹോട്ടലുകളാണ് ഈ കാണപ്പെടുന്നത്. ഇവിടെ നിന്ന് നല്ല നല്ല ഭക്ഷണങ്ങളോ ബിരിയാണിയോ നാടൻ ഭക്ഷണങ്ങളും ഇന്ത്യൻ ഭക്ഷണങ്ങളും ഫോറിൻ ഭക്ഷണങ്ങളും എല്ലാം ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. सारे भाई और बहनों, आप लोगों के लिए एर्नाकुलम डिस्ट्रिक्ट में एक समुद्र है. समुद्र में देखने के लिए अच्छा जगह है. सब लोगों को इधर आ सकता. एर्नाकुलम डिस्ट्रिक्ट से, एर्नाकुलम हाई कोर्ट से इधर बस मिलेगा. वाइपिन परवूर बस में बैठेंगे तो चराई बीच बोलेंगे तो चराई बीच स्टॉप में उतरना. उसके बाद उधर से हम लोग को ऑटो गाड़ी मिलेगा. ऑटो गाड़ी में हम लोग इधर आ सकता. चराई बीच बोलेंगे तो ऑटो गाड़ी में हम लोग इधर आ सकता. आप लोग
सब्सक्राइब करो, बेल बटन थोड़ा 2 बार क्लिक करके इनेबल करो, सब लोग को शेयर करो, ലൈക്ക് करना, കമൻറ്റ് करना. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുകയും ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നിങ്ങൾ വീഡിയോ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.